മുമ്പ് ഞാൻ പതിവായിട്ട് എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകളുടെ എല്ലാം യൂസർ മാനുവൽ ചുരുട്ടി കളയാറായിരുന്നു പതിവ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ യൂസർ മാനുവൽ കിട്ടാറില്ല. ക്യാൻ യു ബിലീവ് ഇറ്റ്? അപ്പോൾ എൻ്റെ ഫ്രണ്ട് റിയയാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് MALAYALAM.com. ഈ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് സാധനത്തിൻ്റെയും യൂസർ മാനുവൽ കിട്ടും. അതുപോലെ തന്നെ യൂസർ മാനുവൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തും വായിച്ച് നോക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു സാധനത്തെ കുറിച്ചിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. നമസ്കാരം, എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന കുറച്ച് ഇൻ്റർനെറ്റ് ഹാക്കുകളാണ് പറഞ്ഞിരുന്നത്. ലെറ്റ്സ് ഗോ. നമ്മുടെ അടുത്ത ഇൻ്റർനെറ്റ് ഹാക്ക് എന്ന് പറയുന്നത് പ്രോജക്റ്റ് നാപ്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോമിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ് പേജിലേക്ക് എത്തും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആഡ് ടു ക്രോം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോജക്റ്റ് നാപ്ത നിങ്ങളുടെ ക്രോമിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഇമേജ് സെർച്ച് ചെയ്യുക. ഇമേജ് സെർച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തുള്ള ആ ഒരു ടെക്സ്റ്റ് ഫയലിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് ഉള്ള ഒരു അടിപൊളി പരിപാടി എന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ ഡ്രൈവിംഗ് സിമുലേറ്റർ. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കാറോ ബസ്സോ ഒന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ വണ്ടിയൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിലൂടെയോ ഒക്കെ വണ്ടി ഓടിച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആക്കാം. ഈ ഒരു വെബ്സൈറ്റിലേക്ക് കയറുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റിയറിംഗ് വീലും പിന്നെ ഒരു ചെറിയ കാറ് തന്നിരിക്കും. ആൻഡ് നമ്മുടെ ഗൂഗിൾ മാപ്പ്, സാറ്റലൈറ്റോട് കൂടിയോ ഗൂഗിൾ മാപ്പും കാണിക്കും. ആ മാപ്പിലൂടെ നിങ്ങൾക്ക് ഒരു കാറിനെ ഒരു ഗെയിം പോലെ ഓടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു കാറിനെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തുള്ള കുളത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു കാർ ഓടിച്ച് കയറ്റണം, അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുവിൻ്റെ വീട്ടിൻ്റെ മതിൽ ഇടിച്ച് പൊളിച്ച് വീട്ടിൻ്റെ അകത്തേക്ക് ഒരു കാറോ ബസ്സോ ഇടിച്ച് കയറ്റണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഇതിനകത്ത് സാധിക്കും. അടിപൊളി പരിപാടിയാണ്, ട്രൈ ചെയ്യാം. ഇതേപോലെയുള്ള ഡ്രോയിങ്ങുകൾ, ഇതേപോലെയുള്ള കുത്തിവരകൾ നമ്മുടെ ലൈഫിൽ പലപ്പോഴായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കുട്ടികൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾ തന്നെ സമയം വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ചെയ്യും. അപ്പോൾ ഇതേപോലുള്ള ചെറിയ ഡ്രോയിങ്ങുകളും കുത്തിവരകളൊക്കെ ആനിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് sketch.meta.demo.lab എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അതിൻ്റെ അകത്തേക്ക് അപ്ലോഡ് ചെയ്യാം. ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ, ഇപ്പോൾ ഈ ഒരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിനെ ആനിമേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വരയ്ക്കുന്ന ഡ്രോയിങ് ആനിമേറ്റഡ് ആയിട്ട് ഇങ്ങനെ അനങ്ങുന്നതൊക്കെ കാണാൻ ഒരു പ്രത്യേക സുഖമാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ഈ സാധനം ഞാൻ വരച്ചതല്ല, ഇങ്ങനെ ആദർശ് വരച്ചതാണ്. ഞാൻ ഇത്ര നേരം ആക്ട് ചെയ്യായിരുന്നു, ഞാൻ വരച്ചതാണ് ഇതായിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള എത്ര സൈസ് കൂടിയ ഫയലും ആവട്ടെ അത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും ഇൻസ്റ്റൻ്റായിട്ട്. toffeeshare.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് പോയിട്ട് നിങ്ങളുടെ ആ ഒരു വലിയ ഫയലുണ്ടല്ലോ എടുത്ത് അങ്ങ് അപ്ലോഡ് ചെയ്ത് വെക്കുക. ഒരു ലിങ്ക് കിട്ടും, അത് ആർക്കാണ് കൊടുക്കാനുള്ളത്, നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ആർക്ക് വേണോ കൊടുക്കാം. ഷെയർ ചെയ്യുക. അവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിനെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഫാസ്റ്റായിട്ട് ചെയ്യാം, ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാം, ഫ്രീ ആയിട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ലാപ്ടോപ്പോ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വിൻഡോ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതായത് കമ്പ്യൂട്ടർ നിറയെ വിൻഡോ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതിനെല്ലാം അതായത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് വിൻഡോ മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാത്തിനെയും എടുത്ത് പറന്ന് മിനിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചുമ്മാ മിനിമൈസ് ബട്ടണിൽ അമർത്തിയിരിക്കേണ്ട കാര്യമില്ല. ഒരു പൊടിക്കൈയുണ്ട്. ഇതേപോലെ ഒരുപാട് ടാബ് ഓപ്പണായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ടാബാണോ വെച്ചിരിക്കേണ്ടത് അതിനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുലുക്കുന്ന സമയത്ത് എല്ലാം കൂടി മിനിമൈസ് ആയി പൊയ്ക്കോളും. പക്ഷേ Windows 11 ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം അതിനകത്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അവിടെ ടൈറ്റിൽ ബാർ വിൻഡോ ഷെയ്ക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഡിഫോൾട്ടായിട്ട് ഓഫായിരിക്കും കിടക്കുക. അതിനൊന്ന് എനേബിൾ ആക്കിയും കൂടി നിങ്ങൾ വെച്ചിരുന്നാൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ മതി, ബാക്കിയെല്ലാം മിനിമൈസ് ആയി പൊയ്ക്കോളൂ. ഈ പറഞ്ഞ ഇൻ്റർനെറ്റ് ഹാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ കഷ്ടപ്പെട്ട് 2-3 ആംഗിളിലൊക്കെ എടുത്തതല്ലേ, പ്ലീസ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുകൊടുന്നതായിരിക്കും. ബൈ.